ഹലോ ഗൈസ്, വെൽക്കം. നമ്മൾ മുമ്പ് ടെർമക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ഫോളോ ചെയ്തപ്പോൾ ചില ആളുകൾക്ക് റൂട്ട്ഫ്സ് ഫയൽ കറപ്റ്റഡ് ഇൻസ്റ്റാൾ അഗെയിൻ അങ്ങനെ എറർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പാക്കാതെ ലാസ്റ്റ് വരെ കാണുക. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നതിൻ്റെ മെജോറിറ്റി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 1K അടിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമ്മുടെ ഫോണിൻ്റെ CPU ആർക്കിടെക്ചർ നമുക്ക് നോക്കണം. കാരണം അതിന് മാച്ചിങ് ആയിട്ടുള്ള ടെർമക്സ് ആണ് നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ CPU ആർക്കിടെക്ചർ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോയിഡ് ഹാർഡ്വെയർ ഇൻഫോ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ആക്കാം. എന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് സിസ്റ്റം ടാബിൽ നോക്കുമ്പോൾ നമുക്ക് ആർക്കിടെക്ചർ കാണാം. എൻ്റെ ഡിവൈസിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ARM64V8A ആണ്. നിങ്ങളുടേത് ചിലപ്പം വേറെ ആയിരിക്കാം, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ടെർമക്സ് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെർമക്സ് റിലീസസ് എന്ന ഗിറ്റ് ഹബിൻ്റെ പേജിലേക്ക് പോവുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ആർക്കിടെക്ചറിന് മാച്ചിങ് ആയിട്ടുള്ള ടെർമക്സ് ഡൗൺലോഡ് ആക്കി ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ടെർമക്സ് ഓപ്പൺ ആക്കിയിട്ട് APT അപ്ഡേറ്റ് എന്നും APT അപ്ഗ്രേഡ് എന്നും കൊടുക്കുക. ഇനി ടെർമക്സ് സെറ്റപ്പ് സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ട് അലോ കൊടുക്കുക. ഇനി wget ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടിയിട്ട് pkg install wget എന്ന് കൊടുക്കുക. ഇനി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ കമാൻഡ്സ് ആണ്. ആദ്യത്തെ കമാൻഡ് റൂട്ട്ഫ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. റൂട്ട്ഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ ആപ്സ്, കോൺഫിഗറേഷൻ ഫയൽസ്, ഡാറ്റാസ് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഫയൽ സിസ്റ്റമാണ് ഈ ഒരു റൂട്ട്ഫ്സ് എന്ന് പറയുന്നത്. അതായത് റൂട്ട് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിനക്സ് നമുക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് കമാൻഡ് എന്ന് പറയുമ്പോൾ നെറ്റ്ഹണ്ടറിൻ്റെ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഓക്കെ, ഇനി തേർഡ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കമാൻഡ് നമ്മൾ ഡൗൺലോഡ് ആക്കിയ ആ ഒരു റൂട്ട്ഫ്സിൻ്റെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് തേർഡ് കമാൻഡ്. അപ്പോൾ ഇനി നമുക്ക് എൻ്റർ അടിക്കാം. ഇത് കംപ്ലീറ്റ് ആകാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് chmod +x എന്ന് കൊടുത്തിട്ട് ഇൻസ്റ്റാളർ നെറ്റ്ഹണ്ടർ. ഓക്കെ, അതിൻ്റെ ആ ഒരു ഫയലിന് നമുക്ക് പെർമിഷൻ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് // എന്നടിച്ചിട്ട് ആ ഒരു ഇൻസ്റ്റാൾ നെറ്റ്ഹണ്ടർ ടെർമക്സ് എന്നുള്ള ആ ഒരു ഫയൽ നമുക്ക് റൺ ചെയ്യാം. ഇനി എല്ലായിടത്തും നമ്മൾ n കൊടുക്കുക. ലാസ്റ്റത്തെ ഡിലീറ്റ് ഡൗൺലോഡഡ് റൂട്ട്ഫ്സിൻ്റെ അവിടെ മാത്രം നമ്മൾ യെസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റ്ഹണ്ടർ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. NH അടിക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയെങ്കിൽ കമൻറ്റിൻ്റെ അത് 100% വർക്കിംഗ് എന്നും പറഞ്ഞൊരു കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ കാണാം. ഓക്കെ.